നമ്മുടെ സൗരയൂഥത്തിന്റെ ഹൃദയഭാഗമാണ് സൂര്യൻ. നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പ്രകാശവും ഊർജ്ജവും എല്ലാം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ സൂര്യൻ ഇല്ലാതായാൽ എന്തായിരിക്കും സംഭവിക്കുക? അതെ, നമ്മുടെ ജീവന് നിലനിൽപ്പിന് അത്യന്താപേക്ഷികമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്നൊരു ദിവസം ഈ സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി പൂർണ്ണമായും ഇരുളിലേക്കും അന്ധകാരത്തിലേക്കും ആയിരിക്കും പോകാനായിട്ട് പോകുന്നത്. പക്ഷെ ഇങ്ങനെ സൂര്യൻ ഇല്ലാതായി കഴിഞ്ഞാൽ പോലും നമ്മൾ 8 മിനിറ്റിന് ശേഷം മാത്രമേ സൂര്യൻ ഇല്ലാണ്ടായി എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് സമയമെടുക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ സൂര്യപ്രകാശം ഉണ്ട് ഓൾറെഡി. പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴത്തേക്ക് ഈ സൂര്യപ്രകാശം തിരിച്ചു പോകാനായിട്ട് 8 മിനിറ്റ് സമയമെടുക്കും. ആ ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സൂര്യൻ ഇല്ലാണ്ടായി എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതിനുശേഷം ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുമ്പോഴത്തേക്ക് താപനില ഗണ്യമായി കുറയും. ഇതിന് ഫലമായി സമുദ്രങ്ങളും ജലാശയങ്ങളും ഭൂമിയുടെ ഉപരിതലവും എല്ലാം തണുത്തുറയുകയും ചെയ്യും. അതിനുശേഷം സമുദ്രങ്ങളിലും ജലാശയങ്ങളും ജീവജാലങ്ങളും അതിജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ജീവനോടെ അതിജീവിക്കാൻ വലിയ വെല്ലുവിളികൾ തന്നെ നേരിടും. ഇങ്ങനെയുള്ളൊരു കാര്യമാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ആകർഷണ ഫലമാണ് ഭ്രമണപഥത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത്. അതില്ലെങ്കിൽ ഭൂമി തണുത്തിരുണ്ട ശൂന്യതയിലേക്ക് വീണുപോകും. എന്നാൽ ഭൂമിയിലെ ജീവനുകൾക്ക് ഇരുട്ടിനാൽ മൂടപ്പെട്ട ഒരു ദിവസത്തെ അതിജീവിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ബാക്കപ്പ് ജനറേറ്ററുകളും കൃത്രിമ ചൂട് വരുന്ന സ്രോതസ്സുകൾ ഉപയോഗിച്ചും മനുഷ്യന്റെ പ്രതിരോധശേഷി ഉപയോഗിച്ചും നമ്മൾ ആ ഒരു ദിവസം തള്ളി നീക്കിയതിനെ ഇരിക്കട്ടെ. എന്നാൽ അടുത്ത 24 മണിക്കൂറുകൾ കൂടുതൽ കഥ വഷളാകും. അങ്ങനെ നമ്മൾ ആ ഒരു 24 മണിക്കൂറും തള്ളി നീക്കിയാലും പിന്നെ നമുക്ക് അതിജീവിക്കാനാവും. ആകാശത്തിലെ ഈ ഒരു അഗ്നിഗോളത്തോട് നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സൂര്യൻ എന്നേക്കുമായി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.